ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി അഥവാ പോഖ്റാൻ 2. ഇതിൽ 5 ആണവ പരീക്ഷണങ്ങളാണ് നടത്തിയത്. 1998 മെയ് 11-നും 13-നുമായിരുന്നു പരീക്ഷണങ്ങൾ. രാജസ്ഥാനിലെ ജയ്സാൽമേർ ജില്ലയിലെ പൊഖ്റാനിലെ ഇന്ത്യൻ ആർമി ബേസായ പൊഖ്റാൻ പരീക്ഷണ റേഞ്ചിലാണ് ഈ പരീക്ഷണം നടത്തിയത്. 5 പരീക്ഷണങ്ങളിൽ ആദ്യത്തേത് ഫ്യൂഷൻ ബോംബും ബാക്കി 4 ഫിഷൻ ബോംബുമായിരുന്നു. 12 കിലോ ടൺ പ്രഹരശേഷിയുള്ളതായിരുന്നു ആദ്യ പരീക്ഷണം. രണ്ടാമത്തേത് 43 കിലോ ടൺ ശേഷിയുള്ളതും, അതായത് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ 3 ഇരട്ടി പ്രഹരശേഷിയുള്ളതായിരുന്നു രണ്ടാമത്തെ പരീക്ഷണം. മറ്റു 3 പരീക്ഷണങ്ങളും 1 കിലോ ടണ്ണിനേക്കാൾ കുറവ് പ്രഹരശേഷിയുള്ളതായിരുന്നു. അമേരിക്കയുടെ ചാരസംഘടനയായ CIA പൊഖ്റാനിൽ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ അതിസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സാറ്റലൈറ്റുകളിലൂടെ. അന്നത്തെ US പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻ്റൺ മറ്റ് പല രാജ്യങ്ങളുടെയും നേർക്ക് ഉപരോധ ഭീഷണി പ്രയോഗിക്കുന്നത് പോലെ ഇന്ത്യയുടെ നേർക്കും ഈ ഉപരോധ ഭീഷണി എന്ന സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചു. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ആണവ പരീക്ഷണം നടത്താനുള്ള ശ്രമത്തിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോയി. എന്നാൽ ഏതു സമയത്തും ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയേക്കാമെന്ന നിലയിലായിരുന്നു അന്ന്. നിരന്തര ഭീഷണിയായി അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ സമ്മർദ്ദ തന്ത്രം. അപ്പോഴാണ് 1996 വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലെത്തുന്നത്. എന്നാൽ ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് സ്ഥാനമൊഴിയേണ്ടി വന്ന വാജ്പേയി പിന്നീട് 98 തിരഞ്ഞെടുപ്പിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലേറി. അണുബോംബുകൾ യഥേഷ്ടം കയ്യിലുണ്ടായിരുന്ന രാജ്യങ്ങൾ അവരുടെ അഹങ്കാരവും ഹുങ്കുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളല്ലാതെ ഇനിയൊരു ആണവ രാജ്യം ലോകത്തുണ്ടാവരുതെന്ന വാശിയിലായിരുന്നു അവർ. കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പേരിട്ട ഈ മാടമ്പികൾ ആണവശക്തിയാവാൻ ശ്രമിച്ച ലോകരാജ്യങ്ങളെ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യക്ക് കരാർ ഒപ്പുവെക്കാനായി അവർ ഒരു സമയപരിധി നൽകി. അത് 1998 മെയ് മാസമായിരുന്നു. മറ്റൊരു കാര്യം, പാകിസ്ഥാൻ്റെയും ചൈനയുടെയും വർദ്ധിച്ചു വന്ന അടുപ്പം ഇന്ത്യയെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ പുതിയ കൂട്ടുകെട്ടിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം ഇന്ത്യ ഉൾക്കൊണ്ടു. ഇനിയെങ്കിലും ഒരു വലിയ ആണവശക്തിയായി മാറിയില്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ ആശങ്കയിലായേക്കാമെന്ന ചിന്ത രാജ്യത്തിനുണ്ടായി. വാജ്പേയി ഒരു രഹസ്യ യോഗം സൗത്ത് ബ്ലോക്കിൽ വിളിച്ചു. അറ്റോമിക് എനർജി കമ്മീഷൻ ചീഫ് ഡോക്ടർ ചിദംബരം, ബാർക്ക് ചീഫ് ഡോക്ടർ അനിൽ കക്കോദ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ബ്രിജേഷ് മിശ്ര, ആഭ്യന്തരമന്ത്രി LK അദ്വാനി തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടു. ഇതിനെ തുടർന്ന് രാജസ്ഥാനിലെ പൊഖ്റാനിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിച്ചു. അമേരിക്കയുടെ ചാരോപഗ്രഹങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവർ മരുഭൂമിയിൽ ബ്ലൈൻഡ് സ്പോട്ടുകൾ സ്ഥാപിച്ചു. പൊഖ്റാൻ സൈനിക അതിർത്തിയായതിനാൽ ശാസ്ത്രജ്ഞർ ആർമി യൂണിഫോം ധരിച്ചാണ് പ്രവർത്തിച്ചത്. പദ്ധതിയിൽ പങ്കെടുത്തവരെല്ലാം സ്വന്തം പേര് മറച്ചു വെച്ച് കോഡ് നാമങ്ങളിൽ അറിയപ്പെട്ടു. APJ അബ്ദുൽ കലാമിനെ മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന് വിളിക്കപ്പെട്ടു. പ്ലൂട്ടോണിയം പോലുള്ളവ നിറച്ചിരുന്ന കുഴലുകൾക്ക് വൈറ്റ് ഹൗസ്, താജ്മഹൽ, കുംഭകർണ എന്നിങ്ങനെയൊക്കെയായിരുന്നു വിളിപ്പേരുകൾ. ട്രോംബെയിലുള്ള ബാർക്കിൽ നിന്നും ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ ടെർമിനലിൽ ഡിവൈസുകൾ എത്തിച്ചു. അവിടെ നിന്നും രാജസ്ഥാൻ ജയ്സാൽമറിലേക്ക് ഓരോ ചുവടും സൂക്ഷിച്ചായിരുന്നു. പൊഖ്റാൻ ടെസ്റ്റ് സൈറ്റിൽ എത്തിയതോടെ പദ്ധതിയുടെ അണിയറ പ്രവർത്തകർ ദീർഘശ്വാസം വിട്ടു. പൊഖ്റാനിൽ ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണം വിജയിച്ചെന്ന് പ്രധാനമന്ത്രി AB വാജ്പേയി പ്രഖ്യാപിച്ചു. ഭൂമിക്കടിയിലായിരുന്നു ഇവ കുഴിച്ചിട്ടത്. വൈറ്റ് ഹൗസ് 200 മീറ്റർ താഴ്ചയിലും താജ്മഹൽ 150 മീറ്റർ താഴ്ചയിലുമാണ് സ്ഥാപിച്ചത്. 98 മെയ് 11 രാവിലെ കാറ്റിൻ്റെ ദിശ വിലയിരുത്തുമ്പോൾ ആണവ സാധ്യത അധികമെന്ന് കണ്ടെത്തി. ഉച്ചയ്ക്ക് 3:45 സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നപ്പോൾ ആണവ ബോംബ് പരീക്ഷണം ഇന്ത്യ സാധ്യമാക്കി. ഒന്നിനു പുറകെ മറ്റൊന്നുകൂടി. അങ്ങനെ ഇന്ത്യ 6ാമത്തെ ആണവ രാജ്യമായി. 2 നാൾ കഴിഞ്ഞ് മെയ് 13 പരീക്ഷണങ്ങൾ ആവർത്തിച്ചു. ചരിത്രത്തിലേക്ക് ഇന്ത്യയുടെ പേരും ചേർക്കപ്പെട്ടു. രാഷ്ട്രത്തോടായി പ്രധാനമന്ത്രി വാജ്പേയി ഇങ്ങനെ പറഞ്ഞു: ഇത് അഭിമാനത്തിൻ്റെ മുഹൂർത്തം. ഒരു ഫിഷൻ ബോംബും 4 ഫ്യൂഷൻ ബോംബുകളും ഉൾപ്പെടെ പൊഖ്റാനിൽ 98 മെയ് 11 മുതൽ 13 വരെ പരീക്ഷിച്ച് വിജയിക്കുമ്പോൾ
ഇന്ത്യ ആഗോളതലത്തിൽ ആണവശക്തിയിൽ മുൻനിരയിലെത്തുകയായിരുന്നു. അമേരിക്കയുടെയും യൂറോപ്യൻ ഏജൻസികളുടെയും ചാരക്കണ്ഠം വെട്ടിച്ചാണ് രാജസ്ഥാനിൽ രഹസ്യമായി പരീക്ഷണം നടത്തിയത്. അതിൻ്റെ ഭാഗമായാണ് APJ അബ്ദുൽ കലാം രഹസ്യനാമം സ്വീകരിക്കുന്നത്. പാകിസ്ഥാനും മറ്റ് പാശ്ചാത്യ ശക്തികളും ഉൾപ്പെടെ ഏർപ്പെടുത്താൻ സാധ്യതയുള്ള ഉപരോധത്തെ മറികടന്ന് ഇന്ത്യൻ ആർമി നൽകിയ കവചത്തിൽ ദേശസ്നേഹികളുടെ സ്വപ്നം ശാസ്ത്രജ്ഞർ സാക്ഷാത്കരിച്ച മുഹൂർത്തം എത്രയോ അഭിമാനദായകമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കൊടി എവിടെയും ഉയരട്ടെ. ഇന്ത്യ ലോകത്തെല്ലായിടത്തും വിജയിക്കട്ടെ. ജയ് ഭാരത്, ജയ് ഇന്ത്യ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.